എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തേൻ നെല്ലിക്ക ഉണ്ടാക്കാം. ഏറെ പോഷകപ്രദമായ ഈ നെല്ലിക്ക പുളിയും ചവർപ്പും കാരണം ചിലർക്കൊന്നും കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ രീതിയിൽ നമുക്ക് നെല്ലിക്ക ഒന്ന് ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിനായി നമ്മളിവിടെ ഒരു 1/2 കിലോ നെല്ലിക്ക ഇവിടെ കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നെല്ലിക്ക ഒരു സ്റ്റീമറിൽ വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. കൂടുതൽ സമയം ആവി വെക്കേണ്ട കാര്യമില്ല, ഒരു 2 മിനിറ്റ് മതി. ഈ സമയം നമുക്കിതിനാവശ്യമായ ഒരു ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഇതിനായി നമ്മളൊരു 300 ഗ്രാം ശർക്കര ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ആവി കയറ്റിയെടുത്ത നെല്ലിക്ക നമുക്കൊരു ഫോർക്കോ പപ്പടം കുത്തിയോ എല്ലാം വെച്ച് നമുക്ക് ചെറിയ ചെറിയ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എല്ലാ നെല്ലിക്കയും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഹോൾ ഇട്ട് നമുക്ക് എടുക്കാം. നമ്മൾ ഈ ശർക്കര ഉരുക്കിയ സിറപ്പിലിടുമ്പം ആ സിറപ്പ് ഇതിനകത്തെല്ലാം കയറുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം. അരിച്ചെടുത്ത സിറപ്പിലേക്ക് നമുക്ക് ഈ നെല്ലിക്ക എല്ലാം ഇട്ട് കൊടുക്കണം. എല്ലാ നെല്ലിക്കയും നമ്മൾ ഈ സിറപ്പിലേക്ക് ഇട്ട് അതിലേക്ക് നമുക്കൊരു 2-3 ഏലക്ക, ഒരു ചെറിയ കറുവാപ്പട്ട, 2-3 ഗ്രാമ്പൂ ഇവ കൂടെ ചേർക്കാനുണ്ട്. അതിനുശേഷം നമുക്കൊരു 20 മിനിറ്റോളം നമുക്കിതൊന്ന് സ്റ്റൗ സിമ്മിലാക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ശർക്കരപ്പാനി ഒരു നൂൽ പരുവം ആകുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നെല്ലിക്കയുടെ സീസണും കൂടിയാണല്ലോ, അതുകൊണ്ട് ധാരാളം നെല്ലിക്ക ഇപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടും. എല്ലാവരും മധുരം ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമ്മുടെ തേൻ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാനായി വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞ് നമുക്കിതൊരു ഗ്ലാസിൻ്റെ ഭരണിയിലാക്കി നമുക്ക് കുറേ ദിവസത്തേക്ക് സൂക്ഷിക്കാം. കുറേ ദിവസം വരെ ഇത് ചീത്തയാകാതെ ഇരിക്കും, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പുളിയും കയ്പും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് തിന്നാൻ മടിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ കഴിച്ചുകൊള്ളും. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് മാത്രം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.